സ്പെഷ്യൽ ഡെലിവറി ആണ് കേട്ടോ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബിലാൽക്കാക്ക് ഈ വാഹനം കൈമാറുന്നത്. ഒന്ന് നമ്മൾ പെരുന്നാൾ ദിവസം എയർപോർട്ടിൽ ഡെലിവറി കൊടുത്തൊരു വാഹനമാണ്. അപ്പോൾ അവർ നമ്മളെ നേരിട്ട് കണ്ടില്ലായിരുന്നു. പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് എനിക്ക് നേരിട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എടപ്പാളല്ലേ? എടപ്പാട് രാവിലെ പോകുന്നതാണല്ലേ? അപ്പോൾ അവർ ഈ വണ്ടി കാണാതെ ക്യാഷും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുന്ന പെരുന്നാളിൻ്റെ അന്ന് തന്നെ ഡെലിവറി വേണം പറഞ്ഞ് അന്ന് തന്നെ ഡെലിവറി കൊടുത്തു. ഒരു മാസമായില്ലേ ഇപ്പോൾ വേണ്ടി? ഒരു മാസമായി. അപ്പോൾ ഈ ഒരു മാസം ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ട് എന്താ അഭിപ്രായങ്ങൾ? അതേപോലെ ഈ ഒരു വണ്ടി വണ്ടി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനൊരു ഗ്യാപ്പ് തന്നില്ല. ഒരുപാട് മുന്നേ തന്നെ എന്നെ ഇങ്ങനെ വിളിക്കലുണ്ട്, നല്ലൊരു ഫോർച്യൂണർ വരുമ്പോൾ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ വണ്ടി വന്ന് ഇട്ടുകൊടുത്തു. ആശുമിക്ക പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഗ്യാരണ്ടി കൊടുത്തു, വണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ വണ്ടിക്ക്? ഇല്ല, വണ്ടി എന്താ വെച്ചാൽ വണ്ടി ഒരു രക്ഷയില്ല, പൊളി സാധന, ഒന്നും പറയാനില്ല. കണ്ടീഷനൊക്കെ ഓക്കെ, അടിപൊളിയാണ്. നമ്മളിപ്പോൾ അത്രയും 12,000 കിലോമീറ്റർ നമ്മൾ യൂസ് ചെയ്ത് ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ഓക്കെ, നമ്മളെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും വീഡിയോസ് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കാണാതെ തന്നെ ഇതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ പെരുന്നാളിന്റെ അന്ന് അനിയന്റെ കല്യാണത്തിന് വന്നത് ഇത് ബിലാല്, ഇത് അനിയന് വരുന്നത് ഫായിദ്. നിങ്ങളെ പേര്? ഹംന. നൗഷിറ. ബിലാലിന്റെ ഇത് പെങ്ങളല്ലേ? ഫർസാന. അളിയന്റെ പേര് സാലി. എന്താ അഭിപ്രായങ്ങൾ നമ്മളെ പറ്റി, നമ്മളെ ഡീലിങ്ങിനെ പറ്റിയൊക്കെ? അടിപൊളിയാണ്. എന്താ മോളെ പേര്? മാഷാ അല്ലാ. അപ്പം ബിലാൽക്ക, അപ്പോൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. ഈ ബന്ധങ്ങൾ നിലനിൽക്കട്ടെ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇനി വിളിക്കൂലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ? തീർച്ചയായിട്ടും നമുക്ക് പുതിയൊരു വണ്ടി നമ്മൾ അടുത്തൊരു വരവില് ഓക്കെ തീർച്ചയായിട്ടും. അപ്പോൾ ഉഷാറാകട്ടെ.